നമസ്കാരം. ഒരു മുതിർന്ന വ്യക്തികളോട് തന്നെക്കാൾ പ്രായമുള്ള ഒരു വ്യക്തിയോ ആരും ആയിക്കോട്ടെ, ഒരു വ്യക്തിയോട് നമ്മൾ എങ്ങനെ പെരുമാറണം, ഏത് രീതിയിൽ പെരുമാറണം എന്നൊക്കെയുള്ള ഒരു സംസ്കാരമുണ്ട്. അദ്ദേഹത്തെ എങ്ങനെ ബഹുമാനിക്കണം എന്ന് പോലും അറിയാത്ത ഒരു രാഷ്ട്രീയ നേതാവ്, ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി എന്നതിൽ ഈ AICC പ്രസിഡന്റിന്റെ ഗതികേട് ഒന്ന് നോക്കണേ. അടുത്ത് വേറെ ഒരുപാട് കസേരകൾ നിരനിരയായി കിടപ്പുണ്ട്. എന്നാലും അച്ഛനേക്കാൾ പ്രായമുള്ള ആ ഖാർഗയെ എഴുന്നേൽപ്പിച്ചിട്ട് തന്നെ രാഹുലിന് ആ കസേരയിൽ തന്നെ ഇരിക്കണമായിരുന്നോ? അടുത്ത് വേറെ കസേരകൾ ഉണ്ടായിരുന്നല്ലോ രാഹുലെ. അവിടെ ഇരിക്കുന്നതിന് പകരം ഭാവി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വപ്നം കണ്ടിരിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആ രാഹുലിന്റെ പ്രവൃത്തിയിൽ അവമാനിതയായി ഖാർഗെ ഒടുവിൽ അടുത്ത് കിടക്കുന്ന മറ്റൊരു കസേരയിൽ പോലും ഇരിക്കാതെ വേദി വിടുകയാണ്. നാണം കെട്ട് വേദി വിടുകയാണ്. തൊട്ടടുത്ത മദാമയായ സോണിയാഗാന്ധി ഇരിക്കുന്നുണ്ട്. കുറച്ചെങ്കിലും മര്യാദയുള്ള ഒരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ രാഹുലിനോട് നീ അപ്പുറത്തെ കസേരയിൽ ചെന്നിരിക്കുക, അല്ലെങ്കിൽ ഇടതുവശത്ത് കസേരകൾ കിടപ്പുണ്ട് അവിടെ വന്നിരിക്കുക എങ്കിലും പറയുമായിരുന്നു. ഇതോടെ ഖാർഗെക്ക് ഒരു വിലയും കോൺഗ്രസിൽ സോണിയോ രാഹുലോ നൽകുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം കോൺഗ്രസിൽ കുടുംബാധിപത്യമാണ് നടക്കുന്നത്. മൻമോഹൻ സിംഗ് എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഒരുപാട് കാലം രാഹുലും സോണിയും കൂടെ ചേർന്ന് അപമാനിച്ചു. അപമാനത്തിന്റെ അങ്ങേയറ്റം അവരെ അപമാനിച്ചു. അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്നൊരു പരിഗണന പോലും നൽകാതെയാണ് രാഹുലും മദാമിയും സോണിയും കൂടെ അപമാനിച്ചത്. ഒരു കാര്യം വ്യക്തമാണ്, അതായത് കോൺഗ്രസിൽ കുടുംബാധിപത്യം തന്നെയാണ് നടക്കുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല, അതിൽ യാതൊരു സംശയവുമില്ല. രാഹുലിനെ AICC അധ്യക്ഷൻ ആക്കാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ഒരു അമർഷവും ദേഷ്യവും സോണിയാഗാന്ധിക്ക് ഉണ്ട്. കോൺഗ്രസിൽ മറ്റ് നേതാക്കളെല്ലാം തന്നെ പെട്ടെന്നായിരുന്നു മല്ലികാർജുന ഖാർഗെ തന്നെ അധ്യക്ഷനാക്കണം എന്ന ഒരു നിലപാടിലേക്ക് എത്തിയത്. അതിനുശേഷം വയനാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒന്നും തന്നെ ഖാർഗെയെ സോണിയാഗാന്ധി ഉൾപ്പെടുത്തിയിരുന്നില്ല. പ്രിയങ്ക ഗാന്ധി നാമനിർദ്ദേശിക പത്രിക നൽകുന്ന സമയത്ത് പോലും ഖാർഗെ പുറത്തുനിന്ന് നോക്കേണ്ട കാഴ്ച നമ്മൾ തന്നെ കണ്ടതാണ്, മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ. അതായത് കോൺഗ്രസിനെ തകർക്കാൻ ഈ മധാമ എന്ന സോണിയ യക്ഷിയും രാഹുൽ എന്ന കാട്ടാളനും കൂടെ കോൺഗ്രസ് എന്ന ആ ഒരു പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കുകയാണ്. കോൺഗ്രസിൽ ഇങ്ങനെ കുടുംബാധിപത്യം കൊണ്ടുപോയി രാഹുലിന്റെ ഈ വൃത്തികെട്ട പരിപാടി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാൽ, അതായത് രാഹുൽ ഭാവിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുകയാണെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.